ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഭവനം നമുക്കെല്ലാം ആവശ്യമാണ്. അവ ഉറപ്പുള്ളതായിരിക്കണം. സുവിശേഷത്തിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു വചനമുണ്ട്. എന്റെയും വചനം ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. അവ അനുസരിക്കാതിരിക്കുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-26 തിരുവചനങ്ങള്. എങ്ങനെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ആത്മീയ ഭവനത്തിന്റെ അടിത്തറയാക്കണം? കൊളോസ്യൻസ് 3:17 ശ്രദ്ധേയമാണ്. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്തെല്ലാം അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ. ജോയൽ 2:32 പറയുന്നില്ലേ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഹൃദയ പരമാർത്ഥതയോട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്നല്ലേ സങ്കീർത്തകൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസ കുറവ് മണൽപ്പുറമാണ്. പ്രാർത്ഥനയിലുള്ള ആത്മാർത്ഥത കുറവ് മണൽപ്പുറമാണ്. ഭവനം പണിയണമെങ്കിൽ ഉറപ്പുള്ള അടിത്തറയിട്ടേ പറ്റൂ. ഈ സന്ദേശം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ശക്തിപ്പെടുത്താനും വിശ്വാസത്തെ ആഴപ്പെടുത്താനും സഹായകമാകട്ടെ. ഒരിക്കലും കൊടുങ്കാറ്റിലോ ജലപ്രളയത്തിലോ സഹനങ്ങളുടെ പെരുമഴയിലോ തകരാത്ത ഒരു ജീവിതമായിരിക്കട്ടെ നിങ്ങളുടെയും എന്റെയും. എല്ലാത്തിനും ഉത്തരം നൽകുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പാം. ആമേൻ.